ധനശ്രീ കുട്ടി എന്തോ മധുചേട്ടൻ പാടിയത് ഇഷ്ടപ്പെട്ടോ? ആളും തകരെ മൂമാസം ഇഷ്ടായില്ലേ? നല്ല ശബ്ദം. നല്ല ശബ്ദം മധുചേട്ടന്റെ. സിനിമയിലെടുക്കണം. മധുവിനെ ഒരു സിനിമയെ പഠിപ്പിക്കാന്ന് ഒരവസരം എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ സിനിമയിൽ പാടിക്കണേ. ഓക്കേന്ന്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴാ പഠിപ്പിക്കാൻ പോണേ? ഇപ്പൊ തന്നെ പാടിക്കാം. ആണല്ലേ? ഇപ്പഴാ? അപ്പൊ അത് ഏത് സിനിമയിലായിരിക്കും? ഞാന് ഒരു സിനിമയിൽ അഭിനയിച്ചു, കിളിക്കാറ്റ് എന്ന് പറയണേ. ആണോ? സിനിമ നടിയാണല്ലേ അപ്പോ? ആക്ട്രസ്. ശരി. ആ സിനിമയിലെ മധുങ്ങളെ പഠിപ്പിക്കോ? പഠിപ്പിക്കോ? അയ്യോ, അതിനകത്ത് റിലീസ് ആയില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ വേറെ സിനിമയിൽ അടുത്ത സിനിമയിൽ അഭിനയിക്കോ? താങ്ക് യു താങ്ക് യു. ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. അഭിനയിച്ചനാണ് ആ കിളിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തത്. കള്ളൻ. എന്നിട്ട് എന്നെ വിളിച്ചില്ല മധുചേട്ടനെ. ഒരു ദിവസം ഒരു സിനിമയില് പാട്ടും പാടാം, ഓർക്കസ്ട്രയും ചെയ്യാം, സിനിമ നാടകം. ഓ അല്ലേ? എല്ലാ താങ്ക് യു ഇതിൽ പറയാൻ എന്ത് ഭാഗ്യം എനിക്ക്. അപ്പൊ അടുത്ത സിനിമയിലെ അച്ഛൻ മ്യൂസിക് ഉണ്ടോ? മധുവങ്ങൾ മ്യൂസിക്. ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് മ്യൂസിക് മധു അങ്കിള് ചെയ്യണമാര്, അടുത്ത സിനിമയില് അച്ഛൻ മ്യൂസിക് എടുത്തിട്ട് അത് ചെയ്യാം. ധനശ്രീ കുട്ടി എന്തോ അതെങ്ങനെയായിരുന്നു? മഴയുടെ മയിലാട്ടം. മഴയുടെ മയിലാട്ടം. അതുപോലെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, മഴയുടെ കളിയാട്ടം. മഴയുടെ കളിയാട്ടം. പെരുമഴ ഒരു പുഴയായി. പെരുമഴ ഒരു പുഴയായി. ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. എനിക്കും ആ ഭാഗങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എംജി അങ്കിളിനോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, എന്റെ എംജി അങ്കിളിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എംജി അങ്കിളിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. അല്ല, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒന്ന് രണ്ട് ലൈൻ അത്രേ പറഞ്ഞോളൂ. അപ്പൊ എംജി അങ്കിളുടെ പാട്ടിൽ ചിലരൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലത് സെറ്റായില്ല. ചിലത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഫുള്ള് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മധു അങ്കിളിനും ധനശ്രീ കുട്ടി പാടിയ പാട്ടും പിന്നെ ഇടയ്ക്ക് കാണിച്ച ആക്ഷൻസും കൂട്ടുകാരികളെ കളിച്ച ഡാൻസും എല്ലാം മധു അങ്കിളിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ മധു അങ്കിള് പാടിയ ആ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും? താങ്ക് യു വെരി മച്ച് കേട്ടോ. അപ്പൊ എന്തായാലും ഈ കൂട്ടുകാരൊക്കെ തിരുവനന്തപുരത്തുള്ളവരല്ലേ? ഓക്കെ. എല്ലാരും ഇന്ന് മിഠായി മഴ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട. അതെ, അപ്പൊ എന്തായാലും ഉഗ്രനായി. സൂപ്പർ. ഇവിടുന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ അങ്കിളിനെ കണ്ടു. ആരെ കണ്ടു? ഡയറക്ടർ ജയരാജ് അങ്കിൾ അല്ലേ? ഓക്കെ. അങ്കിളെ കണ്ടപ്പോ അങ്കിൾ എന്ത് പറഞ്ഞു? കൊറേ സംസാരിച്ചു. എന്നിട്ട് അങ്കിള് പറഞ്ഞു, എന്റെ ഒരു സിനിമയിലത്തെ പാട്ട് പാടാം. അങ്ങനെയാണ് ഞാൻ ഈ ചെങ്ങഴി മുത്തുമായി പാടിയത്. ജയരാജ് അങ്കിളിന് ഡെഡിക്കേറ്റ് ചെയ്താണ്. കാണാന്ന് പറഞ്ഞു. ഓക്കെ.